ഹായ് നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ വോയിസ് മാത്രം കേട്ടാൽ ചില ആൾക്ക് മനസ്സിലാവും. നമ്മൾ ചെറിയൊരു ചാനലാണ്. ആ ചാനലിൽ ഞാൻ അളിയനെ വെച്ച് ഒരു ചെറിയ ചെറിയ കണ്ടന്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് സബ്സ്ക്രൈബ് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ ഓരോ സബ്സ്ക്രൈബ് ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ എണ്ണം കൂടുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ്. പിന്നെ അതേപോലെ ഒരു കമന്റ് ചെയ്യുമ്പോൾ അധികം ആൾക്കാർ കമന്റ് ഇങ്ങനെ അടിക്കും. ആ കമന്റ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന ആ ടൈം ഉണ്ടല്ലോ, ആ ടൈം നിങ്ങളെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാൻ വലിയ അറിയില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളുണ്ട്. അതേപോലെ ചില വാക്കുകൾ വീങ്ങിപ്പോവും. കാരണം കോഴിക്കോട് സ്ലാങ് ആണ്. കോഴിക്കോട് സ്ലാങ് ചിലത് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മളെ കുഞ്ഞിനും അവനും വേണ്ടിയിട്ട്, അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓനെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി കുറേ സാധനം മേടിച്ചു കൊടുക്കും. പക്ഷെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുറത്ത് പോയിട്ട് ചായ വാങ്ങിക്കൊടുക്കുന്നത്. അത് അവൻ്റെ ഒരു എന്താ പറയുക, രാവിലെ എഴുന്നേറ്റാൽ അവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോകാറുണ്ട്. അത് നിങ്ങളെ വീഡിയോയിൽ കാണാറുണ്ട്. അപ്പോൾ ഇത് സഹതാപമായിട്ട് പറയല്ല കേട്ടോ, നമ്മൾ ചെയ്യുന്ന ഒരു സന്തോഷം. ഇതേപോലെ വേറെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതേപോലെ അല്ല ഇതിനേക്കാളും കഷ്ടപ്പാടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതേപോലെ അവരെ മക്കളൊക്കെ നല്ല റാഹത്തായി സന്തോഷമായിട്ട് നോക്കണേ. അവനാണ് നമ്മളെ എല്ലാം. കാരണം അവന് ഇല്ലാത്ത ഒരു പരിപാടിക്ക് എവിടെയും പോവില്ല. ഇപ്പം അവന് റൂമിലിട്ട് പിന്നെ പുറത്ത് പോയാൽ അങ്ങനൊന്നും ഇല്ല കേട്ടോ. അവനെ നമ്മൾ പൊന്നു പോലെ നോക്കണത്. എന്നെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. കാരണം ഞാൻ നേരം വൈകി വന്നാൽ എനിക്ക് ഡോറ് തുറന്നു തരുന്ന ചില സമയത്ത് അവനാണ്. അപ്പോൾ അളിയനാണ് നമ്മളെ എല്ലാം. സത്യം പറയാച്ചാൽ ഞാനിങ്ങനെ ഒരു കണ്ടിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവനെ പരിചയപ്പെടുന്നതും അവന് കൂടുതലായിട്ട് അടുക്കുന്നതും. പിന്നെ ഞാൻ ഓരോ ഇത് കൊണ്ടുവരും. പുറത്ത് പോകണോ, അവനോട് സംസാരിക്കണോ, പുറത്തൊക്കെ സംസാരം എന്ന് പറഞ്ഞാൽ അവന് പറയുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാവും. നമ്മൾ അത് ചെയ്യും. സംസാരിക്കാൻ പറ്റില്ല. കാരണം സംസാരിക്കാൻ പറ്റില്ല. ഉമ്മ ഉപ്പ താത്ത അനിയൻ അങ്ങനെയൊക്കെ അവന്റെ ഭാഷയിൽ അവന് സംസാരിക്കും. പക്ഷെ അവന്റെ കാര്യങ്ങൾ എന്താന്നുള്ളത് ഞാനിങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞ് ഓവറായിട്ട് ചളമാക്കുന്നില്ല. അപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.